അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇന്ന് പരിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ അവസാനത്തെ പത്തായ വളരെ സവിശേഷമേറിയ ഇത്ഖിൻ്റെ പത്തിലെ വെള്ളിയാഴ്ച രാവാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്തു ചോദിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളത് തീർച്ചയിൽ തീർച്ച. അള്ളാഹു അങ്ങനെ നമ്മോട് ഉത്തരം നൽകുന്ന, നമുക്ക് ഇജാബത്ത് നൽകുന്ന വളരെ പവിത്രമേറിയ ഒരു വെള്ളിയാഴ്ച, വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും സവിശേഷമേറിയ മൂന്നാമത്തെ പത്തെന്ന് പറയുന്ന ഇത്ഖിൻ്റെ പത്തിൽ കടന്നു വരുമ്പോൾ ഇനിയൊരു വെള്ളിയാഴ്ച, അത് അവസാനത്തെ വെള്ളിയാഴ്ചയായിട്ട് മാറുമ്പോൾ അത് ഒരു പക്ഷേ നോമ്പിൻ്റെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച മറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ റമളാനിൻ്റെ പകലായിരിക്കില്ല. അതുകൊണ്ടൊരു പക്ഷേ റമളാനിൻ്റെ പകലിൽ വളരെ സവിശേഷമേറിയൊരു പകലാണ് ഇന്നത്തെ പകല്, ഈ വെള്ളിയാഴ്ചയുടെ പകല്, വെള്ളിയാഴ്ച രാത്രി എന്നുള്ളതൊക്കെ. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇബാദത്തിൽ സജീവമാകുകയും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയും ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട സമയങ്ങളാണ്. ഇനി ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാനും സാധിക്കുകയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ നോമ്പ് തുറയിലേക്ക് ഒരുപാട് ആളുകൾ സ്വതക്ക നൽകി. പലരും പല നിയ്യത്തുകളും കരുതിയിട്ടാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹു എല്ലാവരുടെയും നിയ്യത്തുകളൊക്കെ പൂർത്തീകരിച്ച് തരട്ടെ ഇൻഷാ അള്ളാഹ്. നോമ്പ് തുറപ്പിക്കുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു നൽകട്ടെ. ഇനിയും കഴിയുന്നവർക്ക് അവസരങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, ഉപയോഗിക്കാവുന്നതാണ്. പറ്റുന്ന ആളുകളൊക്കെ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു 50 പേരുടെയോ 30 പേരുടെയോ 20 പേരുടെയൊക്കെ നോമ്പ് തുറ നൽകാൻ കഴിയുന്നവരൊന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. ഇത് നമ്മുടെ അവസാന റമളാനാണെങ്കിൽ ഇനി നമുക്ക് ഇതിനൊന്നും ഒരു അവസരമില്ല, ഇത് ലാസ്റ്റ് ചാൻസാണ്. അപ്പോൾ ഇതുകൊണ്ട് മാത്രം തന്നെ നമുക്ക് വിജയിക്കാനും സാധിക്കും. നമ്മളിതൊക്കെ നൽകുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഖൈറിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു തരട്ടെ ഇൻഷാ അള്ളാഹ്. നമ്മൾ പറയുന്നത് റമളാനിൻ്റെ ഒരു വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ കടന്നു വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ രാത്രിയിലേക്കും ഈ പകലിലേക്കും റമളാനിൻ്റെ അവസാനത്തെ പത്താകുമ്പോഴേക്ക് അരമുറുക്കി ഇറങ്ങുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. എഴുത്തിക്കാഫിന് സമയം കണ്ടെത്തുമായിരുന്നു, വിശുദ്ധ ഖുർആൻ പാരായണത്തിന് സമയം കണ്ടെത്തുമായിരുന്നു, ധാരാളം ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസായ റമളാനാണെങ്കിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ഈ റമളാനിൻ്റെ അവസാനത്തെ 10 ഇനിയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് ധാരാളം സമയമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചില അമലുകളാണ് പറയുന്നത്. തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നൊരു നിസ്കാരമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. വർഷത്തിലൊരിക്കൽ, ആയുസ്സിലൊരിക്കലൊക്കെ നമ്മൾ നിസ്കരിക്കേണ്ട, നിർവഹിക്കേണ്ട വളരെ പവിത്രമേറിയ ഒരു കർമ്മവും കൂടെയാണ്. അത്തരം കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, അത് ഉപയോഗപ്പെടുത്തണം ഇൻഷാ അള്ളാഹ്. തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വളരെ പവിത്രമേറിയ ഒരു രാത്രിയാണ്, പകലാണ്. രാത്രിയിലോ പകലിലോ ഒക്കെ ആയിട്ട് നിസ്കരിക്കുക. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റൊക്കെ സെർച്ച് ചെയ്താലും നിങ്ങളുടെ മുമ്പിലുള്ള ഫോണിൽ ചെക്ക് ചെയ്താലൊക്കെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത് നിൽക്കട്ടെ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ്, ഒഴിവാക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ റമളാനിൻ്റെ പകലാണ്, റമളാനിൻ്റെ രാത്രിയാണ്. 1000 ഇസ്തിഗ്ഫാർ ചൊല്ലണം. അധികം പണിയൊന്നുമില്ല. നമ്മൾ പറഞ്ഞിരുന്നു 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം 200 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ 1000 ഇസ്തിഗ്ഫാർ നമുക്ക് വെള്ളിയാഴ്ച രാവിലും പകലിലുമായിട്ട് ചൊല്ലിത്തീർക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് മഗ്രിബോട് കൂടെ തുടങ്ങിയിട്ട് നാളത്തെ മഗ്രിബോട് കൂടെ അവസാനിക്കുന്ന രൂപത്തിൽ ചൊല്ലിയാൽ തന്നെ മതി. അപ്പോൾ തന്നെ 1000 ഇസ്തിഗ്ഫാർ, ഒറ്റയടിക്ക് 1000 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ മടിയുള്ളവരോട് അല്ലെങ്കിൽ മുഷിപ്പ് തോന്നുന്നവരോടാണ് പറഞ്ഞത്. 1000 ഇസ്തിഗ്ഫാർ അങ്ങനെ ചൊല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൊല്ലേണ്ടത് വളരെ പവിത്രമേറിയ ചില ദിക്റുകളുണ്ട്. അഫ്ളൽ ദിക്ർ എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് വളരെ പവിത്രമേറിയതാണ്. നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ ചൊല്ലിയിട്ട് മരണപ്പെടാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് ചൊല്ലിയിട്ട് മരണപ്പെട്ടാൽ ദുനിയാവ് ആഖിറൊക്കെ രക്ഷപ്പെടാൻ കാരണമാകുന്ന വളരെ പവിത്രമേറിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
നമ്മളിങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്യും, അള്ളാഹുവെ അവസാനം മരിക്കുന്ന സമയത്ത് കലിമല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ. അതെല്ലാവർക്കും അങ്ങനെ ചൊല്ലാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മുടെ നാക്ക് അത് വഴങ്ങിത്തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദുനിയാവിൽ ആ ദിക്റുമായിട്ട് എത്രത്തോളം ബന്ധപ്പെടുന്നുണ്ടോ അതിനനുസരിച്ച് അത് കിട്ടുള്ളൂ. നമുക്കിപ്പോൾ ചൊല്ലാൻ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണ്ട, അപ്പോൾ ചൊല്ലാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. ചില ആളുകളുടെ ചരിത്രത്തിലൊക്കെ കാണാം, അവർ മരണപ്പെടുന്ന സമയത്ത് തെറി പറഞ്ഞിട്ടാണ് മരണപ്പെട്ടിരുന്നത്. അപ്പോൾ എന്താ ഒരു തെറി പറഞ്ഞ് മരണപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അവർ ജീവിതകാലത്ത് നന്നായിട്ട് തെറി പറഞ്ഞിരുന്നു പോലും. അപ്പോൾ അവരുടെ നാക്ക് മരണപ്പെടുന്ന സമയത്ത് അതിന് വഴക്കി കൊടുത്തു എന്നാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമായിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമ്മുടെ നാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദം ഉച്ചരിച്ച് മരിക്കാനുള്ള ആ ഒരു വഴങ്ങൽ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നെക്സ്റ്റ് പറയാനുള്ളത് യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ർ. അതിന് വളരെ പവിത്രതയുണ്ട്. ഞാനതിൻ്റെ മഹത്വങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്ന ആ ഒരു ദിക്ർ നിങ്ങൾക്ക് മാക്സിമം എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലുക. അതിന് അത്രമേൽ പവിത്രതയുണ്ടായതുകൊണ്ടാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അസ്മാഉൽ ഹുസ്നയിലൊരു ഇസ്മാണ്, 2 ഇസ്മുകളാണ്. മഹാന്മാരൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് പറയാറുള്ളതാണ്. ഏത് പള്ളിയിലും ഏത് നാട്ടിലും ഏത് ഹൽക്കകളിലും എന്ത് ദിക്ർ മജ്ലിസ് നടക്കുന്നുണ്ടോ അതിൽ യാ ഹയ്യു യാ ഖയ്യൂം ഇല്ലാതിരിക്കില്ല, അതുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഇസ്തിഗ്ഫാർ പറഞ്ഞു, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. റമളാനിലും സുന്നത്താണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ശരിക്കും നമ്മുടെ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. ചുരുങ്ങിയതൊരു 300 സ്വലാത്തെങ്കിലും ചൊല്ലുക, വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട്. നമുക്കൊക്കെ ധാരാളം കടങ്ങളുണ്ടല്ലോ, ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ആ കടങ്ങൾ വീടാൻ, രോഗങ്ങളിൽ ശിഫയാകാൻ, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിൽ വരെ തുണയാകാൻ ഈ സ്വലാത്ത് കാരണമാകും. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്വലാത്തില്ല, ഏത് സ്വലാത്തും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാഹിലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് ഇബ്രാഹിമിയ, സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൻ നാരിയ, സ്വലാത്തു തിബ്, സ്വലാത്തു സആദ, സ്വലാത്തുൽ കമാൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്വലാത്തുണ്ട്. ഏത് സ്വലാത്തും ചൊല്ലുക. ചുരുങ്ങിയതൊരു 300 തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക, നല്ല ഫലം ലഭിക്കും. മറ്റൊന്നാണ് സ്വതക്ക ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ സുന്നത്തുകളിൽ പെട്ടതാണ്. റമളാനിൻ്റെ ഒരു വെള്ളിയാഴ്ചയാണ്, ഇനിയൊരു വെള്ളിയാഴ്ച വരില്ല, നമ്മുടെ നോമ്പ് തുറയിലേക്ക് നൽകാം. അതേപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള പരിസര നാട്ടുകളിലുള്ള പാവപ്പെട്ട ആളുകളിലേക്ക് നൽകാം. ആർക്ക് വേണമെങ്കിലും നൽകാം ഇൻഷാ അല്ലാഹ്. നല്ലൊരു സ്വതക്ക. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമെന്ന് അറിയില്ല, കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി ചെയ്യുക. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അത് പറ്റുമെങ്കിൽ 3 സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം 1, വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം 1, വെള്ളിയാഴ്ച ളുഹറിൻ്റെ ജുമുഅൻ്റെ മുമ്പായിട്ടൊന്ന്. അപ്പോൾ 3 സൂറത്തുൽ കഹ്ഫാകും. ചുരുങ്ങിയത് ഒരു സൂറത്തുൽ കഹ്ഫെങ്കിലും പാരായണം ചെയ്യാം. മറ്റൊന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹില വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബത്തം വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീം എന്ന് പറയുന്ന ഒരു ബെയ്ത്ത്. ആ ബെയ്ത്ത് വളരെ പവിത്രതയേറിയ ബെയ്ത്താണ്. ആ ബെയ്ത്ത് 5 തവണ ചൊല്ലിയവർക്ക് മരണപ്പെടുന്ന സമയത്ത് ആഖിബത്ത് നന്നായി ഈമാൻ ഖബൂലായി മരണപ്പെടാൻ കാരണമാകുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലത്തെ ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം. അത് ഈ വെള്ളിയാഴ്ച രാവിലുള്ള ആ നിസ്കാരം. തഹജ്ജുദ് നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ, എല്ലാ ദിവസവും നിസ്കരിക്കുന്നവരോടല്ല, തീരെ നിസ്കരിക്കാത്തവരാണെങ്കിൽ ഈ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി വെള്ളിയാഴ്ച പുലർച്ചെ വരുന്ന തഹജ്ജുദ് അതെന്തായാലും നിസ്കരിക്കുക. വെള്ളിയാഴ്ച പകലിലുള്ള ളുഹാ നിസ്കാരം അതൊരു കാരണവശാലും ഒഴിവാക്കാതെ നിസ്കരിക്കുക. നമ്മൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തഹജ്ജുദ് അതേപോലെ തന്നെ ളുഹ ഈ നിസ്കാരങ്ങളൊക്കെ ധാരാളമായിട്ട് പതിവാക്കാം. ഇനി പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മൾ അത്താഴം കഴിച്ചു, സുബഹി നിസ്കാരം കഴിഞ്ഞു, എന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഉറങ്ങുന്നൊരു ശീലം ചിലർക്കൊക്കെ ഉണ്ടാവും. ആ ഒരു ശീലം മാറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയാണ് പറയുന്നത്. ഈ വെള്ളിയാഴ്ച പുലർച്ചെങ്കിലും അത് ചെയ്യാം. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും തസ്ബീഹിലും ഇസ്തിഗ്ഫാറിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലായിട്ട് സമയം ചെലവഴിക്കും. അവിടെ അങ്ങനെ ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പഴയകാലം മുതലേ ആലിമീങ്ങളൊക്കെ ചെയ്യുന്ന രീതിയാണ്, സൂഫിയാക്കളൊക്കെ ചെയ്യുന്ന രീതിയാണ്. അതിൻ്റെ ഗുണം ഇൻഷാ അല്ലാഹ് ഹദീസുകളിലുള്ളതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചില മഹാന്മാരൊക്കെ അവർ നേരം വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ദിക്റുകളൊക്കെ ചൊല്ലി നേരം വെളുപ്പിക്കുക. അപ്പോൾ അങ്ങനെ ചൊല്ലുക, അത് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. ഈ വെള്ളിയാഴ്ച നമുക്ക് നല്ല
പ്രകാശപൂരിതമായി ലഭിക്കാനും നമ്മുടെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടാനൊക്കെ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ശീലം പഴയകാല അലിമീങ്ങളിലും സൂഫിയാക്കളിലൊക്കെ ഉണ്ടായിരുന്നു. സുബൈക്ക് പള്ളിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിസ്കാരം കഴിഞ്ഞ് സുബൈ നിസ്കാരത്തിൻ്റെ ജമാഅത്ത് കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അവിടെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് വീണ്ടും അവരിങ്ങനെ ഖുർആൻ ഓതും, തസ്ബീഹ് ചൊല്ലും, വിർദുൽ ലത്തീഫ് ചൊല്ലും, ദിക്റുകൾ ചൊല്ലും, സ്വലാത്തുകൾ ചൊല്ലും, യാ ലത്തീഫ് തന്നെ ഇസ്മി ചൊല്ലും. അങ്ങനെ ചൊല്ലി സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞാൽ ലുഹാൻ്റെ സമയം. എന്നിട്ട് അവർ ലുഹാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് സുബഹി നിസ്കാരത്തിന് 4-5 മണിക്കൊക്കെ പള്ളിയിൽ പോയ ആ ഉപ്പാപ്പയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തായപ്പോൾ 9 മണിയാവുമ്പോൾ, അല്ലെങ്കിൽ 8:30 ആവുമ്പോൾ, അല്ലെങ്കിൽ ഒരു 7:30-8 മണിയൊക്കെ ആകുന്ന സമയത്ത് എന്താ സംഭവം? എന്താ, അവർ ഇങ്ങനെ ഹയാത്താക്കാൻ വേണ്ടി പോയതാണ് ആ പ്രഭാതം. അതിന് വലിയ പവിത്രത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ വെള്ളിയാഴ്ചകളിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ, നമ്മൾ ഒരുങ്ങേണ്ട കാര്യങ്ങൾ, നഖം മുറിക്കുക, അതേപോലെ തന്നെ മ്ലേച്ഛമായ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, നല്ല ആദരവോടുകൂടെ വെള്ളിയാഴ്ചയെ ബഹുമാനിക്കുക, ആദരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.